അദാനിക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ സെബിയുടെ മേധാവി തന്നെ കൂട്ടുനിന്നു എന്ന ഹിൻഡൻബർഗ് റിസർച്ചിന്റെ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലിന്മേൽ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം മഹുവ മൊയ്ത്രയുടെ പ്രതികരണം മലയാളത്തിൽ ഇതാണ്. ഞാൻ ലോക്സഭാംഗം മഹുവ മൊയ്ത്ര. ഞാൻ ഇതിലൂടെ വന്നിരിക്കുന്നത് സെബിയുടെ മേധാവി മാധവി ബുച്ചിന്റെ പങ്കിനെ കുറിച്ച് അടുത്തയിടെ പുറത്തുവന്ന ഹിൻഡൻബർഗ് റിസർച്ചിന്റെ വെളിപ്പെടുത്തലിന്മേലുള്ള ചില രസകരമായ സത്യങ്ങളുമായിട്ടാണ്. 2015 മാധവി പുരിയും അവരുടെ ഭർത്താവ് ധാവൽ ബുച്ചും ഗൗതം അദാനിയുടെ മൂത്ത സഹോദരനായ വിനോദ് അദാനി ഇന്ത്യയിലേക്ക് കള്ളപ്പണം ഒഴുക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ച ഒരു കടലാസ് കമ്പനിയിൽ സംയുക്തമായി നിക്ഷേപം നടത്തി. 2017 ഫെബ്രുവരിയിൽ മാധവി ബുച്ച് ഈ പണം അവരുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും ഭർത്താവിന്റെ മാത്രമായ അക്കൗണ്ടിലേക്ക് മാറ്റി. അതിന്റെ അടുത്ത മാസം 2017 മാർച്ചിൽ മാധവിപുരി സെബിയുടെ ഫുൾ ടൈം മെമ്പറായി. 2019 ഏപ്രിലിൽ US കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ REITകളിൽ നിക്ഷേപിക്കുന്നതിനുള്ള അനുമതി സെബിയിൽ നിന്നും നേടിയെടുത്തു. അതിന് പ്രതിഫലമായി 2019 ജൂലൈയിൽ അവരുടെ ഭർത്താവ് ധാവൽ ബുച്ചിനെ ബ്ലാക്ക് സ്റ്റോണിന്റെ ഒരു സീനിയർ അഡ്വൈസറായി സ്ഥിര ശമ്പളത്തിൽ നിയമിച്ചു. 2022 മാർച്ചിൽ മാധവിപുരിയെ സെബിയുടെ ചെയർപേഴ്സണായി നിയമിച്ചു. മാർക്കറ്റിലുള്ള കേട്ടുകേൾവി അനുസരിച്ച് ധാവൽ ബുച്ചിന്റെ ഫസ്കസിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഗുജറാത്തിലെ ചീഫ് സെക്രട്ടറിയുമായി പ്രവർത്തിച്ച സുധീർ മൻഗർ ഈ നിയമനത്തിനു വേണ്ടി വലിയ സ്വാധീനം ചെലുത്തി. അദാനി അഴിമതിയിൽ 2023-2024 സുപ്രീം കോടതി സെബിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ മാധവിപുരിയുടെ നേതൃത്വത്തിലുള്ള സെബി സുപ്രീം കോടതിയെ അറിയിച്ചത് അവരുടെ അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്നും അവർക്ക് തെളിവുകളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നും ഈ വിദേശ കടലാസ് കമ്പനികളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആരാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുമാണ്. എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട്. മാധവിപുരി ഉടമസ്ഥർ ആരെന്ന് അറിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞ ഈ കടലാസ് കമ്പനിയിൽ 2015 നിങ്ങൾ തന്നെ നിക്ഷേപം നടത്തി. 2018 നിങ്ങൾ നേരിട്ട് ഈ കടലാസ് കമ്പനിയുമായി ബന്ധപ്പെട്ടതിന്റെ വ്യക്തമായ രേഖകളുണ്ട്. 2023-24 ഈ അന്വേഷണം നടക്കുമ്പോൾ നിങ്ങൾ ഇത് വെളിപ്പെടുത്തേണ്ടതും അന്വേഷണത്തിൽ നിന്ന് നിങ്ങൾ സ്വയം മാറി നിൽക്കേണ്ടതും ആയിരുന്നില്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ തന്നെ നിക്ഷേപിച്ച ഈ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയാൻ സാധിക്കുക? ഈ അഴിമതിയിൽ ഈ കടലാസ് കമ്പനികളുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് നിങ്ങൾ വിദേശ കമ്പനിയായ ഹിൻഡൻബർഗിന് സമൻസ് അയച്ചത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവ. സെബിയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും മാധവിപുരി ബുച്ച് ഉടനെ രാജിവെക്കണമെന്നും സുപ്രീം കോടതി ഇതിന്മേൽ അന്വേഷണം പുനരാരംഭിക്കണം എന്നും അതിനുവേണ്ടി കാലതാമസം കൂടാതെ സുപ്രീം കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.